അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇന്ന് മരണവും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ ഇന്നലെ ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇതാണ് 31 വയസ്സുകാരിയായ ഷഹാന. വിവാഹിതയായ ഇവർക്ക് ഒരു കുട്ടിയുമുണ്ട്. കുറേ കാലങ്ങളായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. ഇന്നലെ തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവം ആ നാട്ടിൽ അരങ്ങേറിയത്. രാത്രി 7 മണിയോടെ ഷഹാനയുടെ വീട്ടിൽ വലിയ ബഹളവും നിലവിളിയുമായിരുന്നു. ഇത് കേട്ട അയൽവാസികൾ എന്താണ് സംഭവം എന്നറിയാതെ ഞെട്ടം തിരിയുകയായിരുന്നു. ആ വീട്ടിൽ ആകെ ബഹളമായിരുന്നു. വാതിലടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ബഹളം കേട്ട അയൽവാസികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ അയൽവാസികൾ അടൂരിലെ നഗരസഭാ കൗൺസിലറായ നഷ്മലിനെ വിവരമറിയിക്കുകയായിരുന്നു. അദ്ദേഹം പിന്നെ ഒന്നും നോക്കിയില്ല. അതിവേഗം തന്നെ സംഭവ സ്ഥലത്തെത്തുകയും ആ വീടിൻ്റെ വാതിലൊക്കെ അടച്ചിട്ടാണുള്ളത്. ആ സമയത്ത് വീടിനുള്ളിലുണ്ടായിരുന്ന ആളോട് വാതിൽ തുറക്കാൻ പറയുകയായിരുന്നു. അയാൾ വാതിൽ തുറക്കുകയും തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ആളുകളെ ഞെട്ടിപ്പിച്ചത്. വീടിനുള്ളിലെ പടിക്കെട്ടിൽ ഒരു ഷാളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു ഷഹാന. ഈ ഒരു സംഭവ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഏഴംകുളം സ്വദേശിയായ ഇവരുടെ ആൺ സുഹൃത്തായിരുന്നു. അയാളെയാണ് വീട്ടിനുള്ളിൽ കണ്ടത്. ഷഹാനയുടെ മരണം എന്തോ ഒരു ദുരൂഹത നിറഞ്ഞതായി ആളുകൾക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഷഹാന. സ്വയം ചെയ്തതുപോലെയല്ലായിരുന്നു ആ ഒരു മരണം. ബലമായി ആരോ ചെയ്തതുപോലെ. ഷഹാനയുടെ ശരീരത്തിൽ രക്തവും മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആളുകളിൽ വലിയൊരു സംശയമുണ്ടാക്കി. അതേ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ ആൺ സുഹൃത്തിൻ്റെ ശരീരത്തിലും രക്തക്കറകൾ കാണപ്പെട്ടിരുന്നു. എന്തായിരിക്കും സംഭവം? ഭർത്താവുമായി അകന്നു കഴിയുന്ന സ്ത്രീയാണ്. അവർക്കൊരു ആൺ സുഹൃത്തുണ്ട്. കാമുകനായിരിക്കാം. അതൊരു വലിയൊരു വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം അതൊന്നല്ല. ഷഹാന എന്ന ഈ ഒരു സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ്. മരണപ്പെട്ടവർ പടച്ചറബിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ആരും വെറുപ്പ് തോന്നരുത്. മരണപ്പെട്ടവർക്ക് നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് മഅഫിറത്തിന് വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്. അവരെ കുറ്റം പറഞ്ഞ് അവരുടെ ദോഷം നമ്മൾ വാങ്ങിക്കാതിരിക്കുക. പടച്ചറബ് പുറത്തു കൊടുക്കട്ടെ. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ആരും പഠിക്കുന്നില്ല. ഓരോ മരണത്തിലൂടെയും പടച്ചറബ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഓരോ പാഠങ്ങളാണ്. നമ്മളത് പഠിക്കാത്തത് കൊണ്ടാണ്, നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഷഹാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ്. വിദഗ്ധമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിൽ ഒടുവിൽ ഈ ആൺ സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു അത്രേ, ഞാനും ഷഹാനയും തമ്മിൽ വാക്ക് തർക്കവും തല്ലും ഉണ്ടായിരുന്നു അത്രേ ആ ഒരു സമയത്ത്. അപ്പോഴാണ് ഷഹാന ഇത് ചെയ്തത് എന്നാണ് പോലീസിൻ്റെ ആ ഒരു ചോദ്യത്തിൽ ഇയാൾ മറുപടി കൊടുത്തത്. ഷഹാനയുടെ ഉമ്മ പറയുന്നത് എൻ്റെ മോള് ഒരിക്കലും ഇത് ചെയ്യില്ല എന്നാണ്. അവൾ സ്വയം ജീവനൊടുക്കില്ല എന്ന്. ആൺ സുഹൃത്തായ ഇവനാണ് ഇതിനൊക്കെ കാരണമെന്ന്. അവളുടെ കുഞ്ഞിനെ ഓർത്ത് ഒരിക്കലും അവൾ ഇത് ചെയ്യില്ല എന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണത്രേ ആ കുഞ്ഞിനോട്. ഇതിപ്പോൾ കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ശരിയായൊരു വിവരം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനോടകം തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചോട്ടെ. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഷഹാന. അതിനെ ചൊല്ലിയാണ് ഇവർക്കൊരു ആൺ സുഹൃത്തും ഉണ്ടായത്. ഇതുപോലുള്ള സംഭവത്തിലൊക്കെ അവസാനം ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതല്ലേ. പക്ഷേ നമ്മുടെ ഉമ്മത്തിങ്ങൾ ആരും ഇത് പഠിക്കുന്നില്ല. എന്തേ ഇവർക്കിത് മനസ്സിലാവാത്തേ? പടച്ചറബ് കാക്കട്ടെ. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു നൂലാമാല തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഇന്ന് എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇന്ന് ആരും 100% സക്സസ്ഫുൾ അല്ല. ഓരോരുത്തരുടെ ജീവിതത്തിലും എല്ലാവരും ഇങ്ങനെ തരണം ചെയ്ത് അങ്ങ് ജീവിക്കുക. ജീവിതത്തിൽ സന്തോഷ മുഹൂർത്തങ്ങളും ഉണ്ടാകും, സങ്കടകരമായ മുഹൂർത്തങ്ങളും ഉണ്ടാകും, സഹിക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളും ഉണ്ടാകും. ഇതാണ് ജീവിതം. പല വിധങ്ങളാണ്. അത് നമ്മൾ തരണം ചെയ്ത് പടച്ചറബിൻ്റെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ജീവിച്ച് ഈമാൻ കിട്ടി മരിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും പടച്ചറബ് എല്ലാവരെയും കാക്കുമാറാകട്ടെ. ഈ ഒരു സഹോദരിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ആരും വെറുപ്പ് തോന്നരുത്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസം തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും നമുക്കറിയില്ല. അത് അവരുടെ കുടുംബ പ്രശ്നങ്ങളാണ്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ,
ഷഹാന എന്ന ഈ ഒരു സഹോദരി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. തെറ്റുപറ്റിയതാണ് റബ്ബേ, പുറത്തു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ആത്മഹത്യ പോലുള്ള മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള തോന്നലിൽ നിന്നും നമ്മളെയൊക്കെ രക്ഷിക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിപ്പിച്ച് കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.